ഇത്തരത്തിൽ മുന്നാധാരമില്ലാത്ത വസ്തു ബാങ്ക് ലോൺ എടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കുന്നതിനെ ബാധിക്കുമോ എന്ന്? തീർച്ചയായിട്ടും ബാധിക്കും. പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നൊന്നും ഇത്തരത്തിൽ ആധാരം നഷ്ടപ്പെട്ട ഭൂമി പണയത്തിനെടുക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി വെച്ച്, അല്ലെങ്കിൽ ആ വസ്തു വെച്ച്, അല്ലെങ്കിൽ വീട് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കില്ല. പിന്നെയും നമ്മുടെ നേരെ ടൈറ്റിൽ ഡീഡിന് തൊട്ട് 1-2 ആധാരങ്ങൾക്ക് മുമ്പുള്ള ആധാരമാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ക്രൈറ്റീരിയയ്ക്കുള്ളിൽ പെടാത്ത ആധാരമാണെങ്കിൽ, ഇപ്പോൾ 15 വർഷമാണ് HDFC ബാങ്ക് പോലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ ലോൺ എടുക്കുന്നതിന് 15 വർഷം വരെയുള്ള മുന്നാധാരങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ 15 വർഷത്തിന് അപ്പുറത്തുള്ള ആധാരമാണ് എങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതല്ലാതെ സ്ട്രിക്റ്റായിട്ടും കിട്ടേണ്ട ക്രൈറ്റീരിയയിൽ പെട്ട ആധാരങ്ങളാണെങ്കിൽ പല ബാങ്കുകളും ലോൺ കൊടുക്കാൻ മടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും കിട്ടില്ല. ഇനി ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ബാങ്കുകളാണെങ്കിൽ ഈ ആധാരങ്ങൾക്ക് ശേഷം, ഈ 15 വർഷത്തിന് ഉൾപ്പെടുന്ന ആധാരമാണെങ്കിലും ഈ ആധാരങ്ങൾക്കും നിങ്ങളുടെ ഒറിജിനൽ ടൈറ്റിൽ ഡീഡിനും ഇടയിൽ കുറേയധികം ആധാരങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ സമ്മതിച്ചേക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങൾക്ക് ടൈറ്റിൽ ഡീഡ് ഉണ്ട്, മുന്നാധാരം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലൈ ചെയ്തിട്ടുണ്ട്, തൃപ്തികരമാണ് എന്ന് ബാങ്കിന് ബോധ്യപ്പെട്ടാൽ ചില പ്രൈവറ്റ് ബാങ്കുകൾ ലോൺ തരാം. അതും 100% ഒന്നും ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ അതുപോലൊരു കസ്റ്റമർ ആണെങ്കിൽ, വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ, ഒരു പക്ഷേ ബാങ്കുകൾ ലോൺ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് മുന്നാധാരം നഷ്ടപ്പെട്ട ഭൂമിയുടെ അവസ്ഥ.